വിനുവേട്ട, എന്തിനാ എന്നോട് വരാൻ പറഞ്ഞ? നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? നീ എത്ര നാളിങ്ങനെ തനിച്ചു നിൽക്കും? മതി. വിനുവേട്ടന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ചിന്നു, നീ എന്താ ഇങ്ങനെയായത്? എന്റെ ചിന്നു ഒരു പാവമായിരുന്നു. ഇപ്പൊ ഞാൻ പറയുന്നത് മുഴുവനും നീ ഒന്ന് കേൾക്ക്. കല്യാണക്കാരിയാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട. ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല. എൻ്റെ മോൾക്ക് ഒരു അമ്മ വേണം. പിന്നോട്ടെ കല്യാണം കഴിച്ച മോനൊരു അമ്മ ഉണ്ടാവില്ലേ കൂടെ? നല്ല കാര്യല്ലേ? കല്യാണം കഴിക്കും പിന്നേട്ടാ. അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണിനെ എനിക്ക് വേണ്ട. എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ പെണ്ണിനെയാണ് എനിക്ക് ആവശ്യം. നിങ്ങളിതെന്തൊക്കെയാ പറയുന്നത്? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്കെൻ്റെ അനിയത്തി മാത്രം മതി. അവളെ എൻ്റെ ജീവിതം. അത് വിട്ട് ഞാനൊന്നും ആഗ്രഹിക്കാറില്ല. ചിന്നു, ഞാൻ നിന്നെ വീണ്ടും ഒന്നുകൂടി വിളിക്കുകയാണ്. എൻ്റെ മകളുടെ അമ്മയായി നിനക്ക് വന്നൂടെ? നീ കാരണമാണ് ഞാൻ മായയെ കല്യാണം കഴിച്ചത്. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്കറിയോ, അവൾ ഇപ്പോഴും എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്ത് തെറ്റ് ചെയ്തേ? ഒരിക്കൽ പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ എത്തി നോക്കിയിട്ടുണ്ടോ? പിന്നെ എന്തിനാ എന്നോട് അവള്? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവളുടെ ആത്മാവ് ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. അവൾക്ക് നിന്നോടെന്തോ പ്രതികാരം ചെയ്യാൻ ഉള്ളതുപോലെ. എന്തിന്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ചിന്നു, അവൾക്ക് നിന്നെ മനസ്സിലായിട്ടില്ല. അതാണ് അവൾക്ക് നിന്നോട് ഇത്രയും ദേഷ്യം. പിന്നുവേട്ടൻ വേറൊരു പെണ്ണിനെ വിവാഹം കഴിക്കണം. അല്ലാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല. ചിന്നു, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ? എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ പോകുന്നു.